ഈ കോളേജ് വരുന്നത്. അഗ്രികൾച്ചറിലും വെറ്റിനറി സയൻസും കൂടെ ഇൻക്ലൂഡ്. പിന്നുള്ളത് വയനാടാണ് ഒരു കോളേജുള്ളത്. അപ്പോൾ ഈ 2 കോളേജ് മാത്രം നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളി മാനേജ്മെന്റ് ഉള്ള കുറേ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഈ മലയാളി മാനേജ്മെന്റ് നടത്തുന്ന കോളേജസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പോകുന്ന വഴിക്കൊക്കെ പ്രൈവറ്റ് ക്ലിനിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പെറ്റ് ക്ലിനിക്സ്. ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും MBBSനെ കുറിച്ചുള്ള വീഡിയോസ് ആണ്. പക്ഷെ എനിക്ക് എൻ്റെ DMസിലും കമൻസിലും വരുന്ന മെസ്സേജസ് ആണ് ഈ വെറ്റിനറി സയൻസ് എടുത്താൽ എന്തൊക്കെയാണ് സ്കോപ്പ് ഉള്ളത്, ഇതെവിടേക്കാണ് പഠിക്കുക, നല്ല കോഴ്സാണോ ഇത്താന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഫോർ ദ സ്റ്റുഡൻസ്. ആർക്കെങ്കിലും വെറ്റിനറി സയൻസ് എടുക്കാൻ താല്പര്യമുണ്ട്, ആനിമൽ ഹസ്ബൻഡറി, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ആർക്കെങ്കിലും ചെറുതായിട്ടൊന്ന് MBBSൽ നിന്ന് മാറി ചിന്തിക്കണം, BDSൽ നിന്ന് മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുണ്ടാവുള്ളൂ. വെറ്റിനറി സയൻസിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഡ്യൂറേഷന്, ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എന്തൊക്കെ സ്കോപ്പാണെന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ പറയുന്നത്. പിന്നെ MBBS കിട്ടാത്തവർ മാത്രം പോകുന്ന കോഴ്സാണ് വെറ്റിനറി സയൻസ് എന്ന് വിചാരിക്കേണ്ട. മൃഗങ്ങളോട് ഇഷ്ടം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ BVSC എടുക്കാം കേട്ടോ. BVSC ആൻഡ് AH എന്നാണ് ഈ കോഴ്സിന്റെ പേര് കേട്ടോ. MBBSനേക്കാളും സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഇതെന്നാണ് ഞാൻ ശരിക്കും പറയുക. കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് അവരുടേതായ എക്സാം എഴുതണം കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്കറിയാലോ, പെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ പെറ്റ്സിന് വേണ്ടി അവർ എത്ര വേണമെങ്കിലും ചിലവഴിക്കാനും അതിനെ മെയിനായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡോക്ടേഴ്സിനൊക്കെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ പെറ്റ് ക്ലിനിക്ക്, പ്രൈവറ്റ് പെറ്റ് ക്ലിനിക്കൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയൊരു സ്കോപ്പുള്ളൊരു കോഴ്സ് തന്നെയാണ് വെറ്റിനറി സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ആകെ 2 ഗവൺമെൻറ് കോളേജസ് ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് കോളേജസ് 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിൽ ഇത്ര കൂടുതൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നൊക്കെ ഉള്ളത് വലിയ ഒരു കുറേ ഫാം പോലെയുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രൈവറ്റ് കോളേജസ് അതിന് വേണ്ടിയിട്ട് മെനക്കെടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. സോ കമ്മിങ് ബാക്ക് ടു ദ ബേസ്, എന്താണ് ഈ വെറ്റിനറി സയൻസ് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, +2 കഴിഞ്ഞിട്ട് ബയോ സയൻസ് എടുത്ത ആൾക്കാർക്ക് നീറ്റ് എഴുതി കഴിഞ്ഞാൽ ആ നീറ്റിൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് വെറ്റിനറി സയൻസിന് അഡ്മിഷൻ കൊടുക്കുന്നത്. വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ളതിന്. ഇതിൽ കേരളത്തിലെ പറഞ്ഞുള്ള ഗവൺമെന്റ് കോളേജസ് ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് കീമുവിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. ഇത് തന്നെ ഒരു 5.5 വർഷത്തെ കോഴ്സാണ്. 5.5 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ MBBS പഠിക്കുന്ന പോലെ തന്നെ 4.5 വർഷം നിങ്ങൾക്ക് അക്കാഡമിക്സ് ഉണ്ടാവും, 1 വർഷം ഇന്റേൺഷിപ്പ് പോലെ. ഇങ്ങനെ നമ്മുടെ ഒരു MBBS ഡ്യൂറേഷൻ തന്നെയാണ് ഈ വെറ്റിനറി സയൻസിനും വരുന്നത്. പിന്നെ അതിൽ കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്, ക്ലിനിക്കൽ സബ്ജക്ട്സും നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സും വരുന്നുണ്ട്. നമ്മൾ എന്താണോ മനുഷ്യന്മാരിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ അതൊരു ആനിമൽ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുന്ന പോലെയാണ്. ലൈക്ക് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ സബ്ജക്ട്സ് ഏതൊക്കെ ഓരോ വർഷം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞിടാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തപ്പിയാൽ തന്നെ കിട്ടും. പക്ഷെ ഇതിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഇതിനെ കുറച്ചും കൂടെ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ മണ്ണുത്തിയാണ് ഒരു കോളേജ് വരുന്നത്. ഞാൻ പഠിച്ച +2 പഠിച്ച സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കോളേജ് വരുന്നത്. അഗ്രികൾച്ചറിലും വെറ്റിനറി സയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് വരുന്നത്. പിന്നുള്ളത് വയനാടാണ് ഒരു കോളേജുള്ളത്. അപ്പോൾ ഈ 2 കോളേജ് മാത്രം നമ്മുടെ കേരളത്തിലുള്ളൂ കേട്ടോ. ഈ 5.5 വർഷത്തിലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അനാട്ടമി, ഫിസിയോളജി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. ഈ അനാട്ടമി എന്നാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നാണ് കുട്ടികൾ പറയുന്നത്. ബിക്കോസ് നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ ഹ്യൂമൻ ബോഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ബട്ട് അത് ഒരു ആനിമലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ എല്ലാ ആനിമൽസിനും പഠിക്കേണ്ടി വരും. ഹ്യൂമൻ പഠിക്കുന്ന പോലെയല്ല. ഷീപ്പ്, കവ്, പെറ്റ് അല്ലെങ്കിൽ കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ എല്ലാ ആനിമൽസിനും പഠിക്കേണ്ടി വരും. അപ്പോൾ അനാട്ടമി കുറച്ച് ഡിഫിക്കൽട്ട് ആവാൻ മതി. പേഴ്സണലി എനിക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയി തോന്നുന്നു. പക്ഷേ ഫസ്റ്റ് ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിയോളജി, പിന്നെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് ഇയറിൽ വരുന്ന സബ്ജക്റ്റ് നമുക്കൊരു MBBS റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് വരുന്നത്. മൈക്രോബയോളജി, പാത്തോളജി, പിന്നെ ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, ജെനറ്റിക്സ്. ഈ സബ്ജക്ട്സ് ആണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട്സ്. തേർഡ് ഇയറിൽ പാരസൈറ്റോളജി, വെറ്റിനറി പബ്ലിക് ഹെൽത്ത്, നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കുന്ന പോലെ തന്നെ വെറ്റിനറി പബ്ലിക് ഹെൽത്ത്, അതായത് നമ്മുടെ മനുഷ്യന്മാരിലേക്ക് മൃഗങ്ങളിൽ നിന്ന് വരുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാവും. പിന്നെ ഫാർമക്കോളജി, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് ടെക്നോളജി, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാല്, മുട്ട എന്നൊക്കെ ഉള്ളതിൻ്റെ അതെങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യണം, അതിൻ്റെയൊക്കെ ആ ഒരു പ്രിസർവേഷൻ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണത്.
ഇനി 4th ഇയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ MBBS ഉള്ള പോലെ തന്നെ ക്ലിനിക്കൽ സബ്ജക്ട്സ്, കൂടുതലായിട്ട് ക്ലിനിക്കൽ മെഡിസിൻ, ഗൈനക്കോളജി, സർജറി എന്നുള്ള സബ്ജക്ട്സ് ആണ് വരുന്നത്. ഈ 4 വർഷം എന്ന് പറയുമ്പോൾ 4th ഇയർ എനിക്ക് തോന്നുന്നു 1.5 ഇയേഴ്സ് ഉണ്ടാവും നമ്മുടെ MBBS പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇന്റേൺഷിപ്പ്. ഇതാണ് വെറ്റിനറി സയൻസിന്റെ ഒരു മോഡൽ. അപ്പം പിന്നെ സ്കോപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ സ്കോപ്പ് പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്ത് ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പോകുന്ന വഴിക്കൊക്കെ പ്രൈവറ്റ് ക്ലിനിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പെറ്റ് ക്ലിനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ പെറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഫാമിൽ തന്നെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിലും കുറെ ഫാമുകളിലേക്ക് കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിടക്കാണ്. ഇനി നിങ്ങൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെയും ഇതിനേക്കാളും വലിയ, എനിക്ക് ഡോക്ടറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ MBBS എടുക്കണം, അത് കഴിഞ്ഞിട്ട് PG എടുക്കണം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഇനി ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഗവൺമെന്റ് കോളേജസ് എന്ന് പറയുന്നത് 2 ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഇവൻ തോ നമുക്കിത് എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോലും അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ. ഇപ്പം അടുത്താണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. മീൻസ് കേരളത്തിലല്ലാതെ പുറത്ത് കുറേ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ മലയാളി മാനേജ്മെന്റ് ഉള്ള കുറേ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഈ മലയാളി മാനേജ്മെന്റ് നടത്തുന്ന കോളേജസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മലയാളി സ്റ്റുഡൻസ് കുറേ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ മാനേജ്മെന്റ് ആയിട്ടും അവരുടെ മെന്റേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ കുറേ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴ്ത്തി കൊടുക്കാം. ഇനി വെറ്റിനറി സയൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോലും കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റിൻ്റെ മാർക്ക് കുറച്ച് കുറവായത് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവരെ നേരിട്ട് വിളിച്ച് അവരുടെ സംശയങ്ങൾ ഫുള്ള് തീർത്തിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് അവരായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓരോ സംശയങ്ങളും, നിങ്ങളുടെ ഓരോ ഡൗട്ടും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാത്തു നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ ഈ കോഴ്സ് ഉണ്ടല്ലോ. MBBS കിട്ടിയില്ല എന്ന് വിചാരിച്ച് മാത്രം എടുക്കണ്ട. അതുമല്ല മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോകണ്ട. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾക്കൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദം. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കാം. ഇനി നീറ്റ് ആസ്പിരൻസ് ആരെങ്കിലും ഭാവിയിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് നടത്തുക. താല്പര്യമുള്ള ആൾക്കാർ ഇതിലേക്ക് വരണം. നമുക്കൊരു MBBS കിട്ടിയിട്ടില്ല, BDS കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വെറ്റിനറി സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആയിട്ട് തോന്നും. ബട്ട് സ്റ്റിൽ നിങ്ങൾ താല്പര്യത്തോടെയാണ് ഈ കോഴ്സ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. പക്ഷെ ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, കഷ്ടപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്നതിന് ഒരു കാര്യമില്ല. സോ തിങ്ക്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്.